അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സംബോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാച്ച് ഡയലിന്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ കളക്ഷൻസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ കുറേ ആയി സ്റ്റോക്ക് എടുത്തിട്ട്, പക്ഷെ നമ്മളത് കയ്യിൽ കിട്ടാൻ ലേറ്റ് ആയിപ്പോയി. നമുക്ക് അയച്ചു തരുന്നവർ എന്തോ കാരണത്താൽ ഡിലേ ആയിപ്പോയി. അപ്പോൾ കയ്യിൽ കിട്ടാൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ വാച്ച് ഡയൽ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, കാരണം നല്ല റേറ്റ് ഉണ്ട്. നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്ക് പിന്നെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പിന്നെ വാച്ച് ഡയൽ എടുക്കണം എന്നുള്ളതാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ റിപ്ലൈ. അതുകൊണ്ട് നമ്മൾ വാച്ച് ഡയൽ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 3 ടൈപ്പ് സിൽവർ മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ട്രയൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമ്മൾ സിൽവറിൻ്റെ തന്നെ എല്ലാം 25 പീസസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതാ ഒന്നാമത്തത് ഈ ഒരു സിമ്പിൾ ടൈപ്പ്. ഇതിന് റേറ്റ് വരുന്നത് 55 രൂപയാണ് കേട്ടോ. നോർമലി ഇതിന് നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നമുക്കങ്ങനെ കൂടുതൽ റേറ്റ് കൂട്ടാനാവില്ല. കാരണം നമ്മളോട് വാങ്ങുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുവിധം പകുതിയിൽ മുക്കാൽ ആൾക്കാരും നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേ നമ്മൾ റേറ്റ് ഇടാറുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയൊരു ലാഭം മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 55 രൂപയാണ് ഒരു ഈ ഡയലിന് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് അടുത്തത്. ഇതിന് ചുറ്റും ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുണ്ട്. അടുത്തത് വന്നിട്ടുള്ളത് സ്റ്റോൺ വെച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ ചെറിയ വലിപ്പ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ തന്നെ വലിയതാണ് ഇത്. ദാ കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 സിൽവറിൻ്റെ 3 ടൈപ്പാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മളിത് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 80 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ചുറ്റും സ്റ്റോണൊക്കെ വന്നതുകൊണ്ടാവാം നല്ല റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഹോൾ ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ. ഇതിലാണ് നമുക്ക് ഹോൾ ഇട്ടിട്ട് എടുക്കേണ്ടത്. എലാസ്റ്റിക് ത്രെഡോ ഫിഷിംഗ് ത്രെഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് എന്നിട്ട് 2 ലെയറായിട്ടും 1 ലെയറായിട്ടൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നോർമലി ഇതിന് വരുന്നത് 62 രൂപയാണ്. 62 രൂപ. ഇതിന് 55 രൂപ. ഇത് സാധാരണ നോർമൽ. അപ്പോൾ ഈ 3 റേറ്റിലാണ് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കിട്ടിയ പാടന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്മോക്ക് ഇത് കണ്ടപ്പോൾ ഇതാ നോക്കിയേ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക. ഫുള്ള് സ്റ്റോൺ ഇളകിയിട്ടുള്ള ഒരു സ്റ്റോൺ ഫുൾ പോയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും സെയിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റോണൊക്കെ പോയതുണ്ട്, അതൊന്നും നമുക്ക് സെയിലാക്കാനാവൂല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്ന നഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്നാ മോക്കാക്കി കൊടുക്കുക, എന്തായാലും യൂസ് ആക്കേണ്ടതല്ലേ, എന്തായാലും നടക്കുന്ന വാച്ച് വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളെ ഈ ചെയിനിൽ ഇതൊന്നും ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇതിന് ഇവിടെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ചെയിനൊക്കെ ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ചെയിൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇത് ജംപറിങ് യൂസ് ചെയ്ത് ഇവിടെ ഹുക്ക് വെച്ചു. ഇതാ 2 ജംപറിങ് യൂസ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്തു. അതിങ്ങനെ ചെയിൻ ജസ്റ്റ് നമുക്കിതിങ്ങനെ ക്ലോസ് ആക്കിയും ഇങ്ങനെ വരിക ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെയിൻ ഗോൾഡന് നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡന് കളർ പോകുമെന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോക്ക് പിന്നെ ഒരാഴ്ച ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഈ റൗണ്ട് നമുക്ക് കളർ മങ്ങിയിട്ടുണ്ട്, വൈറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ആയാലും നമുക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ കളറ് കറുപ്പടിക്കുമ്പോൾ നമുക്കത് പിന്നെ യൂസ് ചെയ്യാനേ പറ്റൂല. ഇത് സിൽവർ ആയിക്കഴിഞ്ഞാലും നമുക്ക് യൂസ് ആക്കാം. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ കൂടുതലായിട്ട് കളർ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇത് നമ്മൾ 2 സൈഡിൽ അതേപോലെ തന്നെ ജംപറിങ് ഗോൾഡൻ ഇല്ലാത്തതുകൊണ്ട് സിൽവറാണ്. മക്കൾക്കാകുമ്പോൾ നമുക്ക് എന്തും ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് മോളിപ്പോൾ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വാച്ച് ഡയലിൻ്റെ വീഡിയോ വരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വാച്ച് ഡയൽ നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ ക്രിസ്റ്റൽ ബീഡും സ്റ്റോണും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഇത്രയാണ് ഞാൻ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറ്റുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.